ആയോ? അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകണമെന്ന് വെച്ചാൽ ചിക്കൻ കടായി. ഇവിടെയൊക്കെ വെള്ളം ഉണ്ടിട്ട് ഞാൻ ഇപ്പോൾ തുടച്ചതാണ്. ഒരു ഒതൻറ്റിക് വേ എന്നൊന്നും ഞാൻ പറയൂല, പക്ഷേ പെട്ടെന്ന് ഇപ്പം നമുക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രീതിക്ക് കഴിക്കാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ, എന്നും ഒരേ ചിക്കൻ കറിയൊക്കെ വെച്ച് നിൽക്കണമല്ലാന്നുണ്ടെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ആവശ്യത്തിനുള്ള ചിക്കൻ എടുക്കുക. എന്നിട്ട് ചിക്കനക്ക് ബേസിക്കായിട്ടുള്ള മസാല ഉണ്ടല്ലോ, ഇഞ്ചി വെളുത്തുള്ളി ഒന്നുമില്ല, ചിക്കൻ പൊരിച്ചുള്ള മസാല. പക്ഷെ ഇഞ്ചി വെളുത്തുള്ളി ഇല്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് ഗരം മസാല, കുരുമുളക് പൊടി എല്ലാം ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് ഞാനത് ഫ്രിഡ്ജിൽ വെച്ച ചിക്കനാണ്. അപ്പോൾ ഇനി അതേപോലെ അതിലേക്കുള്ള വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. തക്കാളി ഉണ്ട്, മല്ലിയില ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, ഉള്ളി ഉണ്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്, പേസ്റ്റ് അല്ല ചതച്ചതുണ്ട്, മുളക് ചതച്ചതും ഉണ്ട്, പച്ചമുളക് ചതച്ചത്. അപ്പം ഞാൻ റെസിപ്പി കാണിച്ചു തരാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് വേണ്ട ചട്ടി വെക്കണം. ഈ ചട്ടി തന്നെയാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോണതും മസാലയാക്കാൻ പോണതും. ഓക്കെ, നമുക്ക് ഇതിക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. ഈ ഫുൾ എണ്ണയൊന്നും നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് എടുക്കുമല്ലോ, ഇത് ജസ്റ്റ് ചിക്കൻ ഫ്രൈ ചെയ്യാനല്ലേ. അപ്പം ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക. അതേപോലെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഫുൾ കുക്ക് ആവണ്ട, ഒരു 90% കുക്കായാൽ മതി. ബാക്കി കുക്കിങ് നമുക്കുണ്ടല്ലോ. ചിക്കൻ നമുക്ക് ഓരോന്നായിട്ട് ഇതിക്ക് വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഇതാ ചിക്കൻ മൊത്തം നമ്മൾ ഇതേപോലെ നിരത്തി വെച്ച്, ഇനി ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ 90% കുക്കാവണം. ഫുള്ള് കുക്കാവേണ്ട ആവശ്യമില്ല, 90% മാത്രം. നമുക്കറിയാമല്ലോ ഏകദേശം ആ ടൈം ആകുമ്പോൾ നമുക്ക് മറിച്ചിട്ടിട്ട് ഇതിന്ന് കോരി മാറ്റാം. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ഒരു കരിവേപ്പില ഇതിൻ്റെ മുകൾക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ പറിച്ച് കണ്ടാൽ ജസ്റ്റ് ഇതിൻ്റെ മുകൾക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കനെല്ലാം കുക്ക് ഏകദേശം കണ്ടോ, എല്ലാം 90%ഓളം കുക്കായിട്ടുണ്ട്. ചിലതൊക്കെ 95 ആയിട്ടുണ്ട്. നല്ല ചില നമുക്ക് ഇനി ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മൾ ഈ സൈഡിക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മളെ ചിക്കൻ പൊരിച്ചൊക്കെ. ഇനി നമുക്ക് ഇതിക്കുള്ള മസാല ഉണ്ടാക്കാം. മസാല ഉണ്ടാക്കാൻ കടായി ആവണല്ലോ. ഈ എണ്ണ തന്നെ മതിയോ? ഇതിൽ കുറേ എണ്ണ ഉണ്ടായിരുന്നു, ഞാൻ അതിൽ നിന്ന് കുറച്ച് എണ്ണ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പം ഇനി ഇത് നമുക്ക് ബാക്കിയുള്ള കടായിൻ്റെ പ്രോസസ്സ് നോക്കാം. അത് കടായി ആയിട്ടില്ലല്ലോ ഇതുവരെ, പൊരിച്ചിട്ടുള്ളൂ, ചിക്കൻ ഫ്രൈ ആയിട്ടുള്ളൂ. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ വല്യുള്ളി ഇട്ട് കൊടുക്കാം. അത് 2 വലിയ വല്യുള്ളി ഇങ്ങനെ ക്യൂബാക്കിയിട്ട് കട്ട് ചെയ്താണ്, അതാണ് ഇട്ട് കൊടുക്കാം. ഇവിടെ കൂടെ തക്കാളിയൊക്കെ പോകുന്നുണ്ട് ഗൈസ്. നമുക്ക് നമ്മൾ ഉള്ളി ഇട്ടു. നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച ചട്ടിയിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഒരു ചിക്കൻ ഫ്രൈ ചെയ്തതിൻ്റെ ഒരു ഫ്ലേവറിങ് കിടപ്പുണ്ടാവും, അത് നല്ല ടേസ്റ്റ് കിടക്കും. ഇതൊന്ന് ചെറുങ്ങനെ വഴന്ന് വരണം, ചെറുങ്ങനെ ലൈറ്റായിട്ട് അതിൻ്റെ പച്ചമണം ഉണ്ടല്ലോ, ആ പച്ചമണം ഒന്ന് മാറി വരണം. എന്നിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് ചതച്ചതിടാം. ഓക്കെ, ഇപ്പോൾ ഇതാ ഉള്ളി ജസ്റ്റ് ഒന്ന് വഴന്നിട്ടില്ല, പക്ഷേ അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതിട്ട് കൊടുക്കാം. അറിയാമല്ലോ നമ്മൾ എടുക്കണതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ എടുത്ത ചിക്കൻ അനുസരിച്ചിട്ടാണ് ഞാനിതെടുത്തത്. ഇനി ഇതിൻ്റെ പച്ചമുളക് ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് തക്കാളി ഇട ചെയ്തൊക്കെ. അതേപോലെ നമ്മളിട്ട മസാലയൊക്കെ ഒന്ന് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഓക്കെ ആയി. നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇത് 2 വലിയ തക്കാളിയാണ്, നല്ല പഴുത്ത തക്കാളി. ഞാൻ അതിട്ടിട്ട് നല്ലോണം ഇത് വഴലണം, വഴന്ന് വരണം. എന്നിട്ട് വേണം നമുക്ക് മസാലപ്പൊടി ഇടാൻ. അടി പിടിക്കാൻ നോക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യും വേണത്, അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് അറിയുള്ളൂ. സ്ലോ കുക്കിംഗ് അല്ലത്. ഇനി നമുക്ക് വേവിക്കാനൊന്നുമില്ലല്ലോ, അങ്ങോട്ട് സ്ലോ കുക്കിംഗ് അല്ല, എല്ലാം പെട്ടെന്ന് ചെയ്യാം.
ഇത് പൊരിച്ചോണ്ട് രസേക്കാറില്ലേ അതിന്റെ ഫ്ലേവർ ഇങ്ങനെ അങ്ങനെ തന്നെ കടായി നമ്മളല്ലേ ഒതൻറ്റിക് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒതൻറ്റിക് ആവില്ല. കാരണം കാശ്മീരി ചില്ലി അതിലിട്ടിട്ടില്ല. നമ്മൾ നോർമൽ വീട്ടിൽ നമുക്ക് ഇപ്പോൾ നോർമലി കഴിക്കണമെന്ന് ഒരു വ്യത്യസ്തമായി കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം. ഇപ്പോൾ നമ്മളെ മസാല നല്ലോണം എന്താ പറയുക, നല്ലോണം നമ്മൾ വഴറ്റിയിട്ടുണ്ട്, കുഴഞ്ഞ് ഏകദേശം. നമുക്കതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. വല്ലാതെ എരിവൊന്നും വേണ്ട, കാരണം ഓൾറെഡി നമ്മൾ ചിക്കനിൽ കുക്ക് ചെയ്തപ്പോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ടുള്ളതാണ്. ഇതിലൊരു എരിവ് ഉണ്ടാകാത്ത എരിവ് കുറവായിരിക്കും. കളറുണ്ട്. അതിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എല്ലാം കുറച്ച് കുറച്ച് മതി. നമ്മളിതിൽ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ, നാച്ചുറലാണ്, ഓൾ നാച്ചുറൽ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടൂ. മല്ലിപ്പൊടി അത് വേണ്ട. മല്ലിപ്പൊടി ഇടൂല. ഈ ഗരം മസാല ഉണ്ട്, കുറച്ച് ഗരം മസാലയും ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മതി. പിന്നെ കുറച്ചെല്ലാം കുറച്ച് ഇട്ടാൽ മതി, കാരണം ഇതിൽ ഈ സ്പൈസസിൻ്റെ ഓവർ പവറിങ് ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം, പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം. കാരണം നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഉപ്പിട്ടതാണ്. അപ്പോൾ നോക്കി കണ്ടപ്പോൾ ഉപ്പ് ഇടണം. ഇനി മതിയാത്ത ലാസ്റ്റ് ഒക്കെ പഴക്കിട്ട്. അപ്പോൾ ഇനി ഇതൊന്നും കൂടി മിക്സ് ചെയ്യട്ടെ, ഈ പച്ചമുളകൊന്ന് മാറുന്ന വരെയൊന്ന്. ഇനിയാണ് നമ്മളിതിക്ക് സൂപ്പർ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ പോണത്. എന്ത് ഇതിലെ മെയിൻ നമ്മളെ ചിക്കൻ കറിയും ഈ ചിക്കൻ കറിയും തമ്മിൽ വ്യത്യാസം ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ് ലാസ്റ്റ് ഇത് ആഡ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കും. അതൊരു കുഞ്ഞ് ചെറിയ ക്യാപ്സിക്കം ഞാൻ അങ്ങനെ ക്യൂബ് പോലെ കട്ട് ചെയ്തതാണ്. ഈ ക്യാപ്സിക്കം ആഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കെച്ചപ്പാണ് ഇതിൻ്റെ മെയിൻ താരം. കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വേറൊരു സാധനം നിങ്ങളായത് പ്രതീക്ഷിക്കുമല്ലോ ചിലപ്പോൾ. പഞ്ചസാര ഒരു ടീസ്പൂൺ അല്ല ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത്. വലിയ കയ്യിലാണ് ഇത്, വലിയ കയ്യിലാട്ടോ. ഇതൊന്ന് ആഡ് ചെയ്യുന്നു, ഒരു ടേസ്റ്റ്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യട്ടോ. ഇതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് കിടക്കുന്നത്. ഈ ടൈമിൽ നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്യണം. ഇപ്പൊ തന്നെ കാണാൻ നല്ല രസത്തില്, ഇപ്പൊ തന്നെ നല്ല സ്മെല്ല് വരും. നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഹാഫ് കപ്പ് വെള്ളം ഞാൻ ആഡ് ചെയ്യും. അതെല്ലാം ഒന്ന് കുക്കാവാൻ, ഒരു കുക്കായതാണ്. പക്ഷെ ക്യാപ്സിക്കൊക്കെ ഒന്നൊന്ന് വേവണ്ടേ, അതിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നല്ല ക്രീമിയില്. ഇപ്പം നമുക്ക് എന്നിട്ട് മല്ലിയില ആഡ് ചെയ്തോ. ഇത് അല്ലല്ലോ, ഇലയുണ്ട്, തണ്ടും ഉണ്ട്. മല്ലിയിലൻ്റെ തണ്ടിനാണ് ഏറ്റവും കൂടുതൽ ഫ്ലേവർ ഉള്ളത്. ഈ ടൈമിൽ നമ്മൾ ഉപ്പ് നോക്കണം, എന്തൊക്കെ കുറവുണ്ടെന്നുള്ളത് ഉപ്പ് നോക്കണം. അപ്പോൾ ഇതാ നമ്മളെ മിക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് നമ്മളെ എന്തിട്ട് കൊടുക്കാം, ഫ്രൈഡ് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഈ കറിവേപ്പില ഇതിന് എടുത്ത് മാറ്റണമെങ്കിൽ മാറ്റാം, എല്ലാം മാറ്റണ്ടാത്തവർക്ക് മാറ്റണ്ട. എന്തായാലും എനിക്കിത് വേണ്ട, ഞാനിത് മാറ്റി ഇതിലെല്ലാം എണ്ണയൊക്കെ ഒഴിച്ചു. നമ്മളെന്തിനാ വെറുതെ വേസ്റ്റ് ചെയ്യും. മിക്സ് ചെയ്യും. നമുക്ക് മിക്സ് ചെയ്യാം. ഈ ഫ്ലെയിം കുറച്ചേക്കണം, ഞാൻ അടിയിൽ പിടിക്കും. നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ, എല്ലാ ഭാഗത്തും എത്തണം. ചില്ലി ചിക്കനും എത്തന്നെ ഇല്ലാത്ത ചില്ലി ചിക്കനും ഏകദേശം ഇതേപോലെ തന്നെയാണ്. പക്ഷെ ഇതിൻ്റെ ചില്ലി ചിക്കനിൽ സോയാ സോസും ഗ്രീൻ ചില്ലി സോസും ഒക്കെ ഒഴിക്കും. ചിലപ്പോൾ അതൊന്നുമില്ല, ക്യാപ്സിക്കത്തിൻ്റെ കളറാണ്. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് വേവിക്കട്ടോ.
അരച്ച് വെച്ചേക്കാം. ഒരു 5 മിനിറ്റ് മതി. അപ്പോൾ നമ്മളെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ? എന്തായാലും എല്ലാപ്പോഴും ഉണ്ടാക്കുന്ന രീതിക്ക് ട്രൈ ചെയ്യാതെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി ട്രൈ ചെയ്യുക. സംഭവം ഈസിയാണ്. ആ ഫ്രൈ ചെയ്യണ ടൈം കുറച്ചെടുക്കും. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. നമുക്ക് വേണമെങ്കിൽ ചപ്പാത്തി, പൊറോട്ട, പിന്നെ ചോറ്, നെയ്ച്ചോറ് അതിൻ്റെയൊക്കെ കൂടെ സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ.